ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പാവക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഇഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കനം കുറക്കൊന്നും വേണ്ട, നൈസാക്കൊന്നും വേണ്ട, അത്യാവശ്യം കനമൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയം കൊണ്ട് ഒരു 2 സ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് പൊടിയാക്കിയെടുക്കാം. നൈസായിട്ട് ഇതുപോലെ പൊടിയാക്കിയെടുക്കാം. ഇനി വേണ്ടത് പുളിവെള്ളമാണ്. അതിന് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇത്രയും വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി പാവക്ക അടുത്ത് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഇങ്ങനെ നല്ലോണം അത് ഇറങ്ങി വന്നിട്ടുണ്ട്. പാവക്ക ഒന്ന് ചുങ്ങിയിട്ടുണ്ട്. വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് വെച്ചത് കാരണം പാവക്ക ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ കയ്പ്പൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കയ്പ്പ് നീരൊക്കെ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തീ കത്തിച്ചു, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ വെറുതെ വേസ്റ്റായി പോകും. പിന്നെ എണ്ണ ഒന്നിനും പറ്റില്ല, കയ്പ്പായിരിക്കും. അപ്പോൾ അത് പിന്നെ വേറൊന്നിനും പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഇതേമാതിരി ആയാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി അതിലിട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു പിടി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ട്. അത് നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എരിവ് ഉപ്പൊക്കെ പിടിക്കാൻ, അതുപോലെ പാവക്കയിലേക്ക് ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നല്ലതാണ്. നടു ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മാങ്ങിഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങിഞ്ചി എൻ്റെ കയ്യിലിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇടണമെന്നൊന്നുമില്ല, ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ലൊക്കെ അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റിയാക്കും. അപ്പോൾ എല്ലാ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ അച്ചാർ പൊടി ഒരു സ്പൂണ്, കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക. അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് പകരം കായം പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് പുളിവെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിവെള്ളത്തിന് പകരം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ വിനാഗിരിയൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എരിവ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാവക്ക ഒട്ടും ഇഷ്ടമല്ലാത്തവർ പോലും എന്തായാലും അച്ചാർ ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. പിന്നെ അത്ര കയ്പ്പും ഇല്ല. നമ്മൾ കയ്പ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഇതിൻ്റെ കയ്പ്പ് പിഴിഞ്ഞെടുത്തതും അതുപോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പകുതി കയ്പ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും കയ്പ്പില്ല എന്നല്ല, ഒരു കഴിക്കാൻ പറ്റുന്നൊരു കയ്പ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് പാവക്ക കൊട്ടിക്കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തള വരാവും, അധികം കടന്ന് വേവരുത്. അപ്പോൾ അതൊക്കെ നല്ല ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ അത്യാവശ്യം പാവക്കൊക്കെ വെന്തിട്ടുണ്ട്, എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുത്ത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കൊന്നും വേണ്ട. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്
ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ അതൊരു കളറിനൊക്കെ ഒരു നല്ലതാണ്. അപ്പോൾ ഞാനത് അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആ മസാലപ്പൊടികൾ ഇട്ടെടുക്കുന്ന ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഈ ഒരൊറ്റ അച്ചാർ മതി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ. ഈ പുളിക്ക് പകരം വിനാഗിരി ഒഴിച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി ദിവസം കേടുവരാതെ സൂക്ഷിക്കാം കേട്ടോ. പുളിയാവുകൊണ്ട് പെട്ടെന്ന് കേട് വരും. അപ്പോൾ ടേസ്റ്റ് പുളി ഒഴിച്ചുണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.